ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 84 സങ്കീർത്തനം നമുക്ക് ചിന്തിക്കാം. 84 സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. 84 സങ്കീർത്തനം 4 വാക്യത്തിൽ കാണുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുകയാണെങ്കിൽ അവൻ ഭാഗ്യവാനായി തീരുമെന്നാണ് ഈ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. വസിക്കുക എന്ന് പറയുമ്പോൾ വിട്ടുപിരിയാത്ത ഒരാത്മബന്ധം, അതായത് ദൈവവുമായി വിട്ടുപിരിയാത്ത ഒരു ബന്ധം. ദൈവവുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം നാം ദൈവാലയവുമായും ബന്ധപ്പെട്ടിരിക്കും. പ്രിയരെ, ദൈവിക ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക പദ്ധതിയിൽ നാം എത്രമാത്രമാണ് പങ്കാളിത്തം വഹിക്കുന്നത്? നിശ്ചയമായി ഈ ദിവസം നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നാം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാം വിട്ടുകൊടുക്കുമെങ്കിൽ, അതായത് ദൈവികമായ ശുശ്രൂഷകളിൽ നമ്മൾ എത്രയധികം പങ്കാളിത്തം വഹിക്കുമോ അത്രത്തോളം നാം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനായി തീരും. നമുക്കറിയാം, പലരും അവർക്ക് ഭാഗ്യം ലഭിക്കുവാനായി ഈ ലോകപ്രകാരം പലതും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ജീവനുള്ള സത്യദൈവത്തെ കണ്ടെത്തിയ നാം നമ്മുടെ ജീവിതത്തെ ദൈവവുമായി നാം അധികം ബന്ധത്തിലേക്ക് വിട്ടുകൊടുക്കുമെങ്കിൽ, ദൈവാലയത്തിലെ ശുശ്രൂഷകളുമായി നാം ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ നമ്മൾ ഭാഗ്യവാനായി തീരുമെന്നാണ് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 84 സങ്കീർത്തനമായ 5 വാക്യത്തിൽ കാണുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്നാമതായിട്ട് പറഞ്ഞു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടാമതായി കാണുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയരെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ തന്നെ നമ്മെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ബലം നാം എന്തിലാണ് നാം വെച്ചിരിക്കുന്നത്? നമ്മുടെ ധനത്തിലാണോ, വിദ്യാഭ്യാസത്തിലാണോ, നമ്മുടെ ആരോഗ്യത്തിലാണോ, നമ്മുടെ സൗന്ദര്യത്തിലാണോ? ഏതിലാണ് നാം ബലം വെച്ചിരിക്കുന്നത്? ഇവിടെ പറയുന്നു, നമ്മുടെ ബലം നാം ദൈവത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമായത് തരുവാൻ ഈ ദൈവം സർവശക്തനാണ്. ഇവിടെ പറയുന്നു, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ. രണ്ടാമതായിട്ട് പറയുന്നു, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇതിൻ്റെ 12 വാക്യത്തിൽ വീണ്ടും കാണുന്നു, സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം സർവ്വ സൈന്യാധിപനാണ്. നമുക്കറിയാം, സൈന്യം എന്ന പദം നാം കേൾക്കുമ്പോൾ അതൊരു പട്ടാള ഭാഷയാണ്. നമ്മുടെ ദൈവം സൈന്യാധിപൻ, അതായത് വലിയ സൈന്യമുള്ള രാജ്യങ്ങൾ ചെറിയ സൈന്യമുള്ള രാജ്യക്കാരെ പ്രതികൂല സാഹചര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യാധിപൻ നമ്മുടെ കർത്താവായ യേശുവാണ്. നാം ചെറിയവരാണ്, ശത്രു നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വർഗീയ സൈന്യത്തെ നമുക്കായി വിട്ടുതരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം യോശുവയുടെ പുസ്തകം 5 അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിൻ്റെ 14 വാക്യം പറയുന്നു, അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. 15 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. പ്രിയരെ, നമ്മുടെ ദൈവം സർവ്വ സൈന്യാധിപൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ സഹായിക്കുവാൻ ഈ സർവ്വ സൈന്യാധിപനായ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാരങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നുവെങ്കിൽ സർവ്വ സൈന്യാധിപനായ ഈ ദൈവം നമുക്ക് സഹായകനായി തീരും.
91 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1 വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനും. അപ്പോൾ അത്യുന്നതന്റെ മറവ്, അതായത് ഈ സർവശക്തൻ സർവസൈന്യാധിപനായ ആ ദൈവത്തിന്റെ മറവിൽ നമ്മൾ വസിക്കണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നാം വസിക്കുന്നത് കൊണ്ട് നാം നമ്മുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി നാം സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ആണ് നമ്മുടെ സഭ. മറ്റൊരു വിധത്തിൽ നാം അല്പം കൂടി നാം കയറി പറഞ്ഞാൽ, നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ ഹൃദയം നാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം നാം വെക്കുന്നുവെങ്കിൽ ഒരു പൂർണ്ണ ജയത്തോടെ ജീവിപ്പാൻ നമുക്ക് കഴിയും. ഏതെങ്കിലും വിഷയത്തിൽ നാം പരാജിതരായി തീർന്നു, നാം ക്ഷീണിച്ചു പോയി, നമ്മെ ശത്രു തോൽപ്പിച്ചു, തകർത്തു കളയുവാൻ ശത്രു നോട്ടമിടുന്നു എന്നൊക്കെ നാം ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഒരു ജയജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം ഒരൊറ്റ കാര്യം നാം ചെയ്താൽ മതി, നമ്മുടെ ആശ്രയം ദൈവത്തിൽ വെക്കുക. കാരണം വേദപുസ്തകം പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വീണ്ടും പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. വീണ്ടും 12 വാക്യത്തിൽ പറയുന്നു, ആമേൻ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് മാത്രമല്ല, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നല്ല, അതിൻ്റെ 12 വാക്യത്തിൽ നാം വ്യക്തമായി വായിച്ചു, സൈന്യങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ആ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ നമ്മെ വഴിക്ക് വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഉന്നതങ്ങളിലുള്ള ശക്തി നാം സംഭരിച്ച് ഒരു ജയജീവിതം നയിപ്പാൻ ഈ സർവശക്തൻ അന്ത്യത്തോളം നമ്മോട് കൂടെയിരിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരും. ദൈവവചനത്തിൽ ആശ്രയം വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിപ്പാൻ, ജയജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, മനോഹരമായി പ്രഭാതത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും അവിടുത്തെ സാന്നിധ്യം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ വചനത്തിലൂടെ ഉള്ള ദൈവശക്തി ഓരോരുത്തരുടെ മേലും പകരണം. ദൈവവചനം പറയുന്നല്ലോ, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അതായത് കർത്താവേ, നിന്നിൽ പൂർണ്ണ ആശ്രയം വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിപ്പാൻ, ദൈവത്തിന് തന്നെ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. അതിനെതിരായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ സകല മണ്ഡലങ്ങളുടെ മേലും ജയമെടുക്കുന്നു. ദൈവവചനത്തിലുള്ള ശക്തി ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ മേലും പകരുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.